രക്ഷിത് ഭട്ട് എന്ന കുട്ടിയുടെ സോഷ്യൽ മീഡിയയിലെ വൈറലായ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ? ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ അധിക പേരും ഈ കുട്ടിയുടെ പാരൻസിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. സോ ഈസ് ഇറ്റ് ജസ്റ്റ് ബാഡ് പാരന്റിങ്? അവൻ്റെ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ മത്സരത്തിൻ്റെ ഇടയിൽ അവൻ സീറ്റിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കൈകളൊന്നും അവൻ വെറുതെ വെക്കുന്നില്ല. ഇതിനെ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പിരിവിരിപ്പ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം, അവൻ ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ അവൻ കാണിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അവൻ പറയുന്നുണ്ട് എന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും പഠിപ്പിക്കേണ്ട, അതൊക്കെ എനിക്കറിയാം, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ എന്നുള്ളത്. ഇതാണ് നമ്മൾ ഒപ്പോഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇതിന് കൂടെ തന്നെ ചില കുട്ടികളിൽ മറ്റു കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, അച്ഛനും അമ്മയായിട്ട് ഭയങ്കരമായിട്ട് കലഹങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വൈരാഗ്യ ബുദ്ധിയുള്ള സ്വഭാവങ്ങൾ, മറ്റുള്ള കുട്ടികളെ ത്രെട്ടൻ ചെയ്യുക, ബുള്ളി ചെയ്യുക, ഇതെല്ലാമാണ് ഒപ്പോഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡറിൽ കാണുന്നത്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ ഈ ഒപ്പോഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ കാണുന്നത് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ പഠന വൈകല്യങ്ങളും ഈ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ബ്ലെയിമിങ് ദ പാരൻസ് ആൻഡ് ഗീവ് ദ നെസസറി ട്രീറ്റ്മെൻറ്റ് ഫോർ ദ കിഡ്സ്. അല്ലാതെ നമ്മൾ പാരൻസിനെ മാത്രം കുറേ ബ്ലെയിം ചെയ്തുകൊണ്ട് നമുക്കിതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല. കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. ഇഫ് യുവർ ചൈൽഡ് ഈസ് ഹാവിങ് സിമിലർ സിംറ്റംസ്, പ്ലീസ് കൺസൾട്ട് us. We are here to help you out.